الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد. فعن أبي رافع رضي الله عنه قال: قال رسول الله صلى الله عليه وسلم: لا ألفين أحدكم متكئا على أريكته يأتيه الأمر من أمري مما أمرت به أو نهيت عنه فيقول لا أدري ما وجدناه في كتاب الله اتبعناه. رواه الإمام أحمد. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, അല്ലാഹു തആല നമുക്കെല്ലാവർക്കും ഖൈറുകൾ വർദ്ധിപ്പിച്ചു നൽകുകയും ശർറുകളൊക്കെയും തട്ടിമാറ്റി ദൂരത്താക്കുകയും ചെയ്യട്ടെ. നമ്മുടെ വിശ്വാസ ആദർശ കർമ്മകാര്യങ്ങളിൽ കണിശത പുലർത്തേണ്ടതുണ്ട്. പലപ്പോഴും നമുക്ക് നഷ്ടമായി പോകുന്നതാണ് ആദർശത്തിലും ആചാരങ്ങളിലും അതുപോലെ വിശ്വാസത്തിലും കർമ്മത്തിലുമുള്ള ഒരുപാട് മൂല്യങ്ങൾ. വിശ്വാസത്തിൽ തകർച്ച പറ്റിയാൽ കർമ്മം എത്ര ചെയ്തിട്ടും കാര്യം ഉണ്ടാവില്ല. കർമ്മം കുറേ ഉണ്ടായി, വിശ്വാസമില്ല എങ്കിൽ പിന്നെ ഈ കർമ്മങ്ങളൊക്കെ പാഴ്വേലയാണ്. ഒരാൾക്ക് വിശ്വാസം ഉണ്ടായി, കർമ്മങ്ങളൊന്നും അതിനെ തുടർന്നുണ്ടായില്ല എങ്കിൽ അയാളുടെ വിശ്വാസം അർത്ഥവത്തല്ലാത്തത് കൊണ്ട് ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ അതിലുണ്ട്. വരും കാലത്തുണ്ടാകാൻ പോകുന്ന സംഭവ വികാസങ്ങളെക്കുറിച്ച്, അവസ്ഥാവിശേഷങ്ങളെക്കുറിച്ച് കാലേക്കൂട്ടി തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൂചനയായും വ്യക്തമായും പല വിഷയങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. അതിലൊരു ചെറിയൊരു ഏട് മാത്രം, ഒരധ്യായം മാത്രം ആണ് ഇന്ന് കേൾപ്പിച്ചിട്ടുള്ളത്. അബൂ റാഫിഅ റളിയല്ലാഹു അൻഹുവിലൂടെ ഉദ്ധൃതമായ തിരുവചനം ഇങ്ങനെയാണ്: അല്ലാഹുവിന്റെ ദൂതര് പറഞ്ഞു, ലാ ഉൽഫിയന്ന അഹദക്കും, നിങ്ങളിൽ ഒരാളെ ഞാൻ കണ്ടുപോകരുത്, നിങ്ങളിൽ ഒരാളെ എനിക്ക് കാണണ്ട, നിങ്ങളിൽ ഒരാളെ കാണാൻ ഇടവരരുത് എന്നുള്ള അർത്ഥത്തിൽ ലാ ഉൽഫിയന്ന അഹദക്കും, നിങ്ങളിൽ ഒരാളെ ഞാൻ കാണാതിരിക്കട്ടെ. മുത്തഖിഅൻ അലാ അരീകതിഹി, സിംഹാസനത്തിൽ ഗമയോടിരിക്കുന്നത് കാണാതിരിക്കട്ടെ. സിംഹാസനത്തിൽ ഗമയോടിരിക്കാൻ, കുറച്ച് കിബറോടുകൂടി. യഅ്തീഹിൽ അംറു മിൻ അംരി, എന്റെ കാര്യങ്ങളിൽ ചിലത് അവന്റെ അരികിലേക്ക് എത്തും. മിമ്മ അമർതു ബിഹി, ഞാൻ കൽപ്പിച്ച കാര്യങ്ങളോ, ഔ നഹൈതു അൻഹു, ഞാൻ വിലക്കിയ വിഷയങ്ങളോ അവന്റെ അടുക്കലെത്തും. ഫയഖൂലു, അപ്പോൾ ഈ സിംഹാസനത്തിൽ ഗമയിൽ ഇരുന്നിട്ട് അവൻ പറയും, ലാ അദ്രി, എനിക്കറിയില്ല, മാ വജദ്നാഹു ഫീ കിതാബില്ലാഹി ഇത്തബഅനാഹു, അള്ളാന്റെ കിതാബാകുന്ന ഖുർആനിൽ ഞങ്ങൾ കണ്ടത് അനുസരിച്ച് ഞങ്ങൾ ജീവിക്കുന്നുണ്ട്, അതിനപ്പുറം എനിക്ക് അറിഞ്ഞൂടാ എന്ന് ഖിബ്ർ പറയുന്ന ആളെ എന്റെ കണ്ണിൽ കാണാതിരിക്കട്ടെ, അല്ലെങ്കിൽ എന്റെ മുമ്പിൽ അവനെ കാണണ്ട. അള്ളാഹുവിന്റെ ദൂതര് പറഞ്ഞതാണ്. എന്താണ് ഈ പറഞ്ഞതിന്റെ താല്പര്യം? ചില ആളുകൾ ഭാവിയിൽ വരാൻ പോകുന്നുണ്ട്. അവരിത്തിരി അഹങ്കാരികളായിരിക്കും. അഹങ്കാരം എന്ന് പറഞ്ഞാൽ എന്താ? അഹങ്കാരം എന്ന് പറഞ്ഞാൽ സത്യത്തെ ഉൾക്കൊള്ളുന്നതിന് വൈമനസ്യം കാണിക്കുക. അത് അഹങ്കാരത്തിന്റെ ഒരു പാർട്ടാണ്. താൻ മാത്രമാണ് വലുത്, മറ്റുള്ളവരൊക്കെ ഒന്നുമല്ലാത്തവരാണ്, മോശക്കാരാണ് എന്ന നിന്ദ്യത മനോഭാവം, അതും അഹങ്കാരത്തിന്റെ വേറൊരു പാർട്ടാണ്. തിരുനബി ഇവിടെ പറയുന്നത് അഹങ്കാരത്തിന്റെ ആൾരൂപമായി ചില ആളുകൾ വന്നിട്ട് പറയും. എപ്പോഴാണ് ഇത് പറയാന്നറിയോ? എന്റെ കാര്യങ്ങൾ അവരിലേക്ക് എത്തുമ്പോൾ. എന്റെ കാര്യം എന്ന് പറഞ്ഞാൽ തിരുനബിയുടെ കാര്യം. തിരുനബിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ എന്താ? നബി എന്നെ വിശദീകരിച്ചു. മാ അമർതു ബിഹി മിമ്മ അമർതു ബിഹി ഔ നഹൈതു അൻഹു, ഞാൻ കൽപ്പിച്ച കാര്യങ്ങൾ, ചെയ്യണോന്ന് കൽപ്പിച്ച കാര്യങ്ങൾ,
അല്ലെങ്കിൽ ഞാൻ അരുത് എന്ന് വിലക്കിയ കാര്യങ്ങൾ, ഇത് ഏതെങ്കിലുമൊക്കെ അയാളടുത്തേക്ക് ആ വിവരം എത്തുമ്പോൾ അയാൾ പറയാണ്, ഓ റസൂലുള്ള അങ്ങനെ പറഞ്ഞോ, എന്നാ ഞാൻ ചെയ്യാം. തിരുനബി പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ, എന്നാ ഞാൻ ചെയ്യൂല എന്ന് അച്ചടക്കം അനുസരണം പാലിക്കേണ്ടതിന് പകരം അവൻ അഹങ്കാരത്തിൽ പറയും, യാതിരി അതൊന്നും എനിക്കറിയില്ല, മാ വജദ്നാഹു ഫീ കിതാബില്ലാഹി ഇത്തബഅനാഹു, അള്ളാന്റെ കിതാബിൽ നമ്മൾ കണ്ടെത്തിയത് നമ്മൾ പിൻപറ്റി ജീവിക്കുന്നുണ്ട്, അത് അതിനപ്പുറം എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ ഖുർആനിൽ പറഞ്ഞതേ ഞാൻ അനുസരിക്കുള്ളൂ, റസൂലുള്ള പറഞ്ഞത് ഞാൻ എന്താക്കൂല, അംഗീകരിക്കൂല, അവിടുന്ന് കൽപ്പിച്ചതും അതൊന്നും എനിക്കറിഞ്ഞൂടാ, ഖുർആനിൽ കണ്ടത് മാത്രം ഞങ്ങൾ അനുസരിച്ച് ജീവിക്കും എന്ന് പറയുന്നൊരു വിഭാഗം. അപ്പൊ ആദർശത്തിലും അഹങ്കാരികൾ വരാനുണ്ട് എന്നുള്ള സൂചന. അവരെ ലാ ഉൽഫി എന്ന തിരുദൂതരുടെ വാക്ക് എങ്ങനെയാണ്, എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞാൽ എൻ്റെ മുന്നിൽ അവരെ കണ്ടുപോകരുത് എന്ന് പറഞ്ഞാൽ അങ്ങനെയാവാം. ഇനി അതല്ല, അങ്ങനത്തെ ഒരു ടീമിനെ കാണാൻ തന്നെ എനിക്ക് വിധി ഉണ്ടാകണ്ട എന്ന് വെച്ചാൽ അത്രയും വെറുപ്പാണ് തിരുദൂതർക്ക് ആ വിഭാഗത്തോടുള്ളത്. അപ്പൊ ഇസ്ലാമിനകത്ത് ഭാവിയിൽ വരാനിരിക്കുന്ന ഒരു വിഭാഗത്തെ കുറിച്ച് വ്യക്തമായി തന്നെ തിരുനബി തങ്ങൾ സൂചിപ്പിക്കുകയാണ്. അവരാരാ? ഖുർആൻ അംഗീകരിക്കാൻ തയ്യാറാകും, പക്ഷെ ഹദീസുകൾ അംഗീകരിക്കൂല. ഹദീസ് എന്ന് പറഞ്ഞാൽ തിരുനബിയുടെ ചര്യ, തിരുനബി പറഞ്ഞത്, തിരുനബി തങ്ങൾ ചെയ്തത്, തിരുനബി തങ്ങൾ കൽപ്പിച്ച കാര്യങ്ങൾ, തിരുനബി തങ്ങൾ വിലക്കിയത് പാടില്ല എന്ന് പറഞ്ഞ കാര്യം, ഇതൊക്കെയാണ് ഹദീസ്. ഈ ഹദീസുകൾ അതൊന്നും ഞങ്ങൾ സ്വീകരിക്കൂല, ഖുർആനിൽ പറഞ്ഞ് സ്വീകരിക്കാം. ഇങ്ങനെ പറയുന്നവരുണ്ട്, അവർ അഹങ്കാരികളാണ്, അവർ ശരിയായ ആളുകളല്ല എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യക്തമായിട്ടുള്ള സൂചന തരികയാണ്. വാസ്തവത്തിൽ വന്ന് ഇസ്ലാമിൻ്റെ ഓരോ കാലഘട്ടങ്ങൾ കഴിയുമ്പോൾ പുതുതായി പലതരത്തിലുള്ള പാർട്ടികളും വിഭാഗങ്ങളും ആദർശധാരകളും ഉടലെടുത്ത കൂട്ടത്തിൽ ശരിക്കു പറഞ്ഞാൽ ഈ ടീമിൽപ്പെട്ടവരും വന്നുപോയിട്ടുണ്ട്. ഇതിനിടക്ക് ഖുർആൻ സുന്നത്ത് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിച്ച് ഒരു വിഭാഗം ആളുകൾ പ്രവർത്തിച്ചു വന്നിരുന്നു. പേരിൽ ഖുർആനും സുന്നത്തുമുണ്ട്. ഖുർആൻ സുന്നത്ത് സൊസൈറ്റി, അതിൻ്റെ നായകനായിരുന്നു ചേകന്നൂർ മൗലവി എന്ന് പറയുന്ന കക്ഷി. അദ്ദേഹം തീരോധാനപ്പെട്ട് വർഷങ്ങൾ പിന്നിട്ടു. ഇപ്പോഴും നിജസ്ഥിതി എന്താണെന്ന് അറിഞ്ഞിട്ടില്ല ഒരു അന്വേഷണ കമ്മീഷനെ പോലും. ആ ഒരവസ്ഥയിൽ ദുരൂഹമായി അത് തുടരുകയാണ്. ഏതായിരുന്നാലും ഖുർആൻ സുന്നത്ത് സൊസൈറ്റി എന്ന സംഘടന രൂപീകരിച്ച് അതിൽ പ്രവർത്തിക്കാം. അവരുടെ സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ, ഖുർആനിൽ നേർക്ക് നേരെ പറഞ്ഞത് അത് പിൻപറ്റി ജീവിക്കും. അതിലപ്പുറം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസായി വന്നത് അതിനെ മിക്കതും അവര് തിരസ്കരിക്കും, സ്വീകരിക്കൂല. അതുകൊണ്ടാണ് നിസ്കാരം 5 നേരത്തെ നിസ്കാരത്തിന്റെ ആവശ്യമില്ല എന്ന് പറയാൻ കാരണം. പരിശുദ്ധ ഖുർആൻ അതിനൊരു സ്വഭാവമുണ്ട്. എല്ലാ വിഷയങ്ങളും വ്യക്തമായി മണിമണിയായി ഓരോന്നായി എണ്ണി പറയുക എന്നുള്ള രീതിയല്ല ഖുർആനിലുള്ളത്. അങ്ങനെയുണ്ട് ഖുർആനിൽ ഈ വലിപ്പം പോരാ, ഒരുപാട് വലിപ്പം വേണ്ടി വരും. ഖുർആൻ എസൻസ് ആണ്, എല്ലാത്തിൻ്റെയും രത്ന ചുരുക്കം. ചില വിഷയങ്ങളുടെ സൂചന, ചില വിഷയങ്ങൾ ഗ്രഹിച്ചെടുക്കാവുന്ന ഒരു വ്യംഗ്യമായിട്ടുള്ള പറച്ചില്, ചില ചരിത്രങ്ങൾ സൂചിപ്പിക്കുക മാത്രം, ചിലതിത്തിരി വിശദീകരിക്കും, ചില കൽപ്പനകൾ, ആഹ്വാനങ്ങൾ, അത് മുഖ്യമായത് മാത്രം പറയും. അതിൻ്റെ ചുവട്ടിൽ ഒരുപാട് ചെറു കാര്യങ്ങൾ ഉണ്ടാവും, അതൊന്നും ഖുർആനിൽ ഉണ്ടാവില്ല. അപ്പൊ ഖുർആന്റെ സ്വഭാവം തന്നെ വേറെയാണ്. ആ ഖുർആൻ വിശദീകരിക്കാനാണ് തിരുനബിയെ അല്ലാഹു തആല അയച്ചത്. അവിടുത്തെ 23 വർഷക്കാലത്തെ വാക്കുകളും പ്രവൃത്തികളുമാണ് ഖുർആന്റെ വ്യാഖ്യാനം, ഖുർആന്റെ വിശദീകരണം. ഇത് മനസ്സിലാക്കാതെ ഖുർആൻ ഉൾക്കൊള്ളാൻ ഒരാൾക്ക് കഴിയില്ല. അപ്പൊ അതുകൊണ്ട് തിരുനബിയുടെ ഹദീസുകൾ ഇല്ലാതെ ഖുർആൻ മനസ്സിലാക്കാൻ കഴിയില്ല. എന്നാൽ തിരുനബിയുടെ ഹദീസ് അംഗീകരിക്കൂല, ഖുർആനിൽ പച്ചയായിട്ട് പറഞ്ഞ അത് മാത്രം കേൾക്കും. അങ്ങനത്തെ ആളുകൾ അത് പറ്റൂല എന്നാണ് തിരുനബി പറയുന്നത്. എന്തുകൊണ്ട്? തിരുനബിയാണ് ഖുർആന്റെ വിശദീകരണം പറയേണ്ടത്. ആ വിശദീകരണത്തിലുണ്ട് ചെയ്യാൻ പാടുള്ളതും പാടില്ലാത്തതും വ്യക്തമായിട്ട് കുറേ കാര്യങ്ങൾ. ഇപ്പോ ഈ കഴുത എന്ന് പറഞ്ഞൊരു ജീവി ഉണ്ടല്ലോ, മൃഗം, നമ്മുടെ നാട്ടിൽ കഴുതകൾ.
ഈ കഴുതമാംസം ഭക്ഷിക്കുന്നത് നമുക്ക് അനുവദനീയമല്ല. തിരുനബി തങ്ങൾ വിലക്കിയിട്ടുള്ളതാണ് കഴുത. അത് തന്നെ നാടൻ കഴുത. അതേസമയത്ത് കാട്ടുമൃഗങ്ങളുടെ കൂട്ടത്തിൽ കാട്ടുകഴുതകളായിട്ടുള്ള മൃഗങ്ങളുണ്ട്, അതിനെ നമുക്ക് ഭക്ഷിക്കാം. അതേസമയത്ത് നാട്ടുകഴുതകൾ ഭക്ഷിക്കാൻ പാടില്ലാത്ത ജീവികളിൽപ്പെട്ടതാണ്. ഇത് ഹദീസിൽ വ്യക്തമായിട്ടുണ്ട്. പക്ഷെ ഖുർആൻ മറിച്ചു നോക്കിയാൽ കാട്ടുകഴുതയല്ലാത്ത നാട്ടുകഴുതകൾ ഭക്ഷ്യയോഗ്യമല്ല എന്ന് കാണാൻ കഴിയുമോ? കഴിയില്ല. ഇങ്ങനെ കുറേ വിഷയങ്ങളുണ്ട് തിരുനബി തങ്ങൾ തന്നെ പഠിപ്പിച്ചത്. അപ്പൊ അതുകൊണ്ട് ഹദീസുകൾ ഇല്ലാതെ ഖുർആൻ ഉൾക്കൊള്ളാനോ ഖുർആൻ മനസ്സിലാക്കാനോ സാധിക്കില്ല. എന്നാൽ ഈ ഖുർആൻ സുന്നത്ത് സൊസൈറ്റി എന്ന് പറയുന്ന വിഭാഗം ഹദീസുകൾ പലതും അവർ തള്ളി സ്വീകരിക്കൂല. അങ്ങനെ അതിൽ പറഞ്ഞതാണ് ഖുർആനിൽ 5 നേരത്തെ നിസ്കാരം, നിങ്ങൾ ളുഹർ, അസ്ർ, മഗ്രിബ്, ഇശാ, സുബ്ഹ് അങ്ങനെ 5 വക്ത് നിസ്കാരം നിങ്ങൾ നിസ്കരിക്കണം എന്ന് ഖുർആനിൽ വ്യക്തമായിട്ടുണ്ടോ? ഇല്ല. ഇന്ന സ്വലാത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂതാ. നിശ്ചയമായും നിസ്കാരം എന്നത് സമയനിശ്ചിതമായിട്ടുള്ള കാര്യമാണ് സത്യവിശ്വാസികളുടെ മേലിൽ എന്നാണ് ഖുർആൻ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഓരോരോ സമയത്ത് നിർവഹിക്കേണ്ട നിസ്കാരത്തിന്റെ ബാധ്യത മുഅ്മിനീങ്ങൾക്ക് ഉണ്ട് എന്നേ ഖുർആൻ പറഞ്ഞിട്ടുള്ളൂ. എന്നല്ലാതെ നിങ്ങൾ 5 നേരം നിസ്കരിക്കണം, 5 നേരം പിന്നെ ഓരോ വക്ത് നിസ്കാരത്തിന്റെ പേര് അങ്ങനെ ഉണ്ടോ ഖുർആനിൽ? ഇല്ല. പിന്നെ അതാരാ പഠിപ്പിച്ചു തന്നത്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നിങ്ങൾ ഇന്ന സമയമാകുമ്പോൾ ഇന്ന നിസ്കാരം നിസ്കരിക്കണം. സൂര്യൻ മധ്യരേഖയിൽ നിന്ന് തെറ്റിത്തുടങ്ങുമ്പോൾ നിങ്ങൾ ളുഹർ നിസ്കരിക്കണം. ഒരു സാധനത്തിന്റെ നിഴൽ അതിന്റെ ഒരു സാധനത്തിന്റെ നിഴൽ അതോളമായി കഴിയുന്നത് വരെ നിങ്ങൾ ളുഹർ നിസ്കരിക്കണം. അത് കഴിഞ്ഞ പിന്നെ അസർ നിസ്കരിക്കണം. അസ്തമയം വരെ അസറിന്റെ സമയം. അസ്തമിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മഗ്രിബ് നിസ്കരിക്കണം. മേഘത്തിലെ കടുംചുവപ്പുമായും വരെയാണ് നിങ്ങൾക്ക് മഗ്രിബ് നിസ്കരിക്കാനുള്ള സമയം. മേഘപാളികളിൽ കാണുന്ന കടുംചുവപ്പ് മാഞ്ഞാൽ പിന്നെ ഇശാഇന്റെ സമയമാണ്. ഫജ്ർ സാദിക്ക് വെളിവാകുന്നതിന്റെ ഉള്ളിലായി നിങ്ങൾ ഇശ നിസ്കരിക്കണം എന്ന് വ്യക്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ഈ കക്ഷികൾ എന്ത് ചെയ്തു? ഈ ഹദീസിനെ തള്ളി. അപ്പൊ പിന്നെ 5 നേരം നിസ്കരിക്കണ്ടല്ലോ. പിന്നെ ഇപ്പോ ഖുർആനിൽ പറഞ്ഞത് പിന്നെ രാത്രിയിൽ പകലിന്റെ 2 അറ്റത്തും രാത്രിയിൽ കുറച്ചു നിസ്കരിച്ചാൽ മതി. അപ്പൊ രാത്രിയിൽ ഏതെങ്കിലും ഒരു നിസ്കാരവും പകലും നിസ്കാരം ഇങ്ങനൊക്കെ ആയാൽ മതി എന്ന് വെക്കുന്നിടത്തിൽ, അതായത് ഹദീസിൽ പറഞ്ഞ ആ സമയനിശ്ചിതമായിട്ടുള്ള നിസ്കാരങ്ങൾ അംഗീകരിക്കാതിരിക്കുക ഈ ഒരു സ്വഭാവം. ഏതു ആകട്ടെ തിരുനബി തങ്ങൾ പറയുന്നു ഖുർആനിലുള്ളത് ഞങ്ങൾ പിൻപറ്റി ജീവിക്കുന്നുണ്ട്, അതിലപ്പുറമൊന്നും ഞങ്ങൾക്കറിയില്ല എന്ന് പറയുന്ന കക്ഷികൾ അവരെ എൻ്റെ കണ്ണിൽ കാണണ്ട എന്ന് അല്ലാഹുവിൻ്റെ ദൂതർ വളരെ വെറുപ്പോടുകൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇസ്ലാമിൽ മുസ്ലിമീങ്ങളിൽ പലതരത്തിലുള്ള അവാന്തര വിഭാഗങ്ങൾ വന്ന കൂട്ടത്തിൽ ഈ വിഭാഗവും വന്നിട്ടുണ്ട് എന്നാണ് നമ്മൾ തമ്മിലിപ്പോൾ സംസാരിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്നത്. ഏതായിരുന്നാലും നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഖുർആൻ അതിൻ്റെ വ്യാഖ്യാനം തിരുനബിയുടെ ഹദീസാണ്. അപ്പം ഹദീസിൽ അള്ളാഹുവിൻ്റെ ദൂതർ കൽപ്പിച്ച കാര്യങ്ങൾ അതും ചെയ്യണം, തിരുനബി വിലക്കിയ കാര്യങ്ങൾ അത് ഉപേക്ഷിക്കണം. അപ്പോഴേ ഖുർആൻ അനുസരിച്ച് ജീവിച്ചവരാവും. ഇനി ഖുർആൻ തന്നെ നേരിട്ട് നോക്കിയാൽ വ്യക്തമായി ഖുർആനിൽ പറഞ്ഞതാണ് വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹൂ. ഖുർആനിൽ പറഞ്ഞു നിങ്ങൾക്ക് വമാ ആതാകുമുർ റസൂലു, അല്ലാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നതെല്ലാം ഫഖുദൂഹു നിങ്ങൾ കൈക്കൊള്ളണം, ഉൾക്കൊള്ളണം, അത് പിടിക്കണം. വമാ നഹാകും അൻഹു ഫൻതഹൂ, അവിടുന്ന് എന്തൊക്കെയാണോ നിങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത് അതെല്ലാം നിങ്ങൾ വിലങ്ങി ജീവിക്കണം എന്ന് പറഞ്ഞാൽ അള്ളാന്റെ റസൂല് കൽപ്പിച്ചതെടുക്കണം, അള്ളാന്റെ റസൂല് വിലക്കിയത് വിടണം. ഇങ്ങനെയും ഖുർആനിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് നബിതങ്ങളുടെ ഹദീസുകൾ മൊത്തം സ്വീകരിക്കണം എന്നതിന്റെ വ്യക്തമായ പ്രഖ്യാപനമാണ്, കൽപ്പനയാണ് ഖുർആനിൽ പറഞ്ഞത്. ഇതുപോലും മാനിക്കാതെയാണ് ചില ആളുകൾ ചില ആദർശങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരുന്നത്. അപ്പൊ അതിനിടയിൽ നാം നമ്മുടെ വിശ്വാസം, കർമ്മം, ആദർശം എല്ലാം നല്ല നിലയിലായി ചിട്ടപ്പെടുത്തി കൊണ്ടുപോകുന്നതിൽ ശ്രദ്ധയുണ്ടാവണം. അല്ലാതിരുന്നാൽ നമ്മുടെ ദുനിയാവിൻ്റെ അപ്പുറം ആഖിറവും കൂടി നഷ്ടപ്പെട്ടു പോകും.
അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ഈമാൻ സുരക്ഷിതത്വം അള്ളാഹു നമുക്കും നമ്മുടെ മക്കൾക്കും കുടുംബത്തിലും എല്ലാവർക്കും അള്ളാഹു നൽകട്ടെ. അള്ളാഹുവിൻ്റെ പൊരുത്തപ്പെട്ട ജീവിതം നമുക്കൊക്കെ അവൻ കണക്കാക്കട്ടെ. അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ മരണവും അള്ളാഹു നമുക്ക് കണക്കാക്കട്ടെ. മരണാനന്തരം സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ജീവിക്കുന്ന മഹാഭാഗ്യവും അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.